എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇൻ്റർവ്യൂ കഴിഞ്ഞ കൂട്ടുകാർ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനി LPയുടെ ഇൻ്റർവ്യൂ ഏകദേശമൊക്കെ കഴിയാറായി വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവർക്കും ഇനി അടുത്ത് UP സ്കൂളിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവർക്കും കൂടെ ഇനിയുള്ള വീഡിയോസ് ഒത്തിരി ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണെങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ. തൊട്ട് മുന്നേയുള്ള വീഡിയോസിൽ നിന്ന് പാർട്ട് 7 വരെ, പിന്നെ സൈക്കോളജിയുടെ കുറച്ച് ക്ലാസ്സുകൾ, എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചെറിയ അത്തരത്തിലുള്ള ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ചെറിയ ഒരു 2-3 ടോപ്പിക്കുകളാണ് കേട്ടോ ഞാനിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് വിദ്യാലയം? വിദ്യാലയത്തിൻ്റെ ധർമ്മം എന്താണ്? അതുപോലെ തന്നെ കേരള വിദ്യാഭ്യാസ നവീകരണത്തിൽ അക്കാദമികമായ മേഖലയിലുണ്ടായ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്, അതുപോലെ തന്നെ അധ്യാപകനുണ്ടായിരിക്കേണ്ട ചില ആസൂത്രണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ഥിരം നമ്മൾ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത എൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ എനിക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞേ. എന്താണ് വിദ്യാലയം എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയാൻ അറിയാം അല്ലേ. എന്തെങ്കിലുമൊക്കെ വിദ്യാലയത്തിനെക്കുറിച്ച് പറയാനറിയാം. പക്ഷേ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുൻപിൽ അത് പാടില്ല. എന്താണ്, അടുക്കും ചിട്ടയോടുകൂടെ തന്നെ അതിൻ്റെ മറുപടി അവർക്ക് കിട്ടണം. അതാണല്ലോ ഇൻ്റർവ്യൂ കൊണ്ടുള്ള ഉദ്ദേശവും. വിദ്യാലയം എന്നാൽ ഒരു ഔപചാരിക ഏജൻസിയാണല്ലേ. ഒരു ഔപചാരിക ഏജൻസിയാണ് വിദ്യാലയം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔപചാരിക ഏജൻസിയാണ് വിദ്യാലയം. അതുമാത്രമാണോ, കുട്ടികൾക്ക് അറിവ് നേടാനുള്ള പ്രധാന ഉപാധി കൂടിയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. അതുമാത്രമല്ല, കുട്ടികൾ നേടുന്ന അറിവുകൾ നിത്യജീവിതത്തിലും പല സന്ദർഭങ്ങളിലും അവരെന്ത് ചെയ്യുന്നു, പ്രയോഗിക്കാനായിട്ട് കുട്ടികളെ സജ്ജരാക്കുന്നതും നമ്മുടെ വിദ്യാലയങ്ങളാണല്ലേ. അതുമാത്രമല്ല, സത്യത്തിൽ നിന്നും സത്യവും അസത്യവും ഏതാണ് എന്ന് വേർതിരിച്ച് കുട്ടികളെ നേർവഴിയിലോട്ട് നയിക്കാൻ പ്രാപ്തനാക്കുന്നതും വിദ്യാലയമാണ്. അപ്പോൾ വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലോ, നമുക്കറിയാം അല്ലേ. അറിവ് പകരുക, വ്യക്തിത്വം വികസിപ്പിക്കുക, വ്യക്തിയെ അജ്ഞതയിൽ നിന്നും മോചിപ്പിക്കുക അല്ലേ, അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലോട്ട് അവനെ നയിക്കുക. പിന്നെയോ ഭൗതികവും സാമൂഹികവും പാരിസ്ഥിതികവുമായി വ്യക്തിയെ ഒത്തൊരുമിപ്പിക്കുക അല്ലെങ്കിൽ അവനെ ഇണക്കി ചേർക്കുക. ഇതെല്ലാം വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങളാണ്. കുട്ടികൾക്ക് അവനവന് ഇണങ്ങുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കി കൊടുക്കുക. പിന്നെയോ തൊഴിൽ പരിശീലനം നൽകുക, കുട്ടികളിൽ വേണ്ട ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഇതെല്ലാം വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങളാണ്. വിദ്യാലയം കൊണ്ട് ഇത് മാത്രമാണോ ധർമ്മങ്ങളായിട്ടുള്ളത്? പരീക്ഷകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുണ്ടല്ലേ, അതെല്ലാം വിദ്യാലയം വഴി ചെയ്യുന്നതല്ലേ, അതും വിദ്യാലയത്തിൻ്റെ ധർമ്മമാണ്. അപ്പോൾ എന്താണ് വിദ്യാലയമെന്നും വിദ്യാലയത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് അന്നേരം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, അവിടെ നിന്നൊക്കെ ഇല്ലേ ആൻസർ വരുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഓർത്ത് വെച്ച് അടുക്കും ചിട്ടയോടുകൂടെ തന്നെ എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്, പുതിയ പാഠ്യപദ്ധതി നവീകരണമൊക്കെ നടന്നല്ലോ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്. അപ്പോൾ അക്കാദമിക മേഖലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുമൂലം കൈവരിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നേ. പാഠ്യപദ്ധതി നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് അക്കാദമിക മേഖലയിൽ ഭൗതികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അക്കാദമിക മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ് ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടത്. ഓരോ വിഷയങ്ങൾക്കും അതിൻ്റേതായ പഠന ലക്ഷ്യങ്ങളുണ്ട്. അതാണല്ലോ നമ്മൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പം ഓരോ വിഷയത്തിൻ്റെയും പഠന ലക്ഷ്യങ്ങളെ കൃത്യതയോടുകൂടി എന്ത് ചെയ്യുന്നു, പാഠ്യപദ്ധതി നവീകരണത്തിലൂടെ കൃത്യമായിട്ട് അവയെ നിർവചിക്കാനായിട്ട് സാധിച്ചു. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അതായത് ഓരോ വിഷയത്തിൻ്റെയും പഠന ലക്ഷ്യങ്ങളെ കൃത്യമായി നിർവചിക്കാനായിട്ട് സഹായകമായി.
മാത്രമല്ല കുട്ടികളുടെ ശേഷിക്ക് അവ വളർത്തിയെടുക്കുന്നതിനുള്ള ഊന്നൽ നൽകി. കുട്ടികളിലുള്ള സർഗശേഷി, അവരുടെ ചിന്താശേഷി, കുട്ടികളുടെ വിശകലന ശേഷി, അല്ല ഓരോ പാഠഭാഗവും കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വിശകലനം ചെയ്യാനുള്ള ശേഷി, ഇതിനൊക്കെയാണ് നമ്മുടെ പാഠ്യപദ്ധതി നവീകരണം അക്കാദമിക മേഖലയിൽ രണ്ടാമതായിട്ട് ഊന്നൽ നൽകിയത്. അതുപോലെ തന്നെ ഓരോ വിഷയത്തിനും അതിൻ്റേതായ, ഇപ്പോൾ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ചില പശ്ചാത്തലങ്ങളുണ്ടല്ലോ, സാംസ്കാരികമായിട്ടും പ്രാദേശികവുമായിട്ടുള്ള പശ്ചാത്തലം, അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇപ്പോഴും മാറി വന്ന പാഠ്യപദ്ധതിയിലൊക്കെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളും പ്രാദേശികമായിട്ടുള്ള ഭാഷ, ഇതിനെയൊക്കെ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം അക്കാദമിക മേഖലയിൽ കൊണ്ടുവരാനായിട്ട് നവീകരിച്ച പാഠ്യപദ്ധതിയിലൂടെ സാധിച്ചു. പിന്നെ പഠന പ്രവർത്തനങ്ങൾ നിർണ്ണയിക്കുന്നതിൽ, അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഉറപ്പ് നൽകുന്നതിനും കുട്ടികളെ കൂടി എന്ത് ചെയ്തു, പങ്കാളികളാക്കി മാറ്റി. മാത്രമല്ല ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളും പ്രവർത്തനങ്ങളും എല്ലാം ഇപ്പോൾ മാറി വന്ന പാഠ്യപദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാരണം എല്ലാവർക്കും, അല്ലെ, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണന എന്ത് ചെയ്യുന്നു, ഉറപ്പാക്കുന്നു. അതും അക്കാദമിക മേഖലയിലുള്ള ഒരു പ്രധാന മാറ്റമാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എങ്ങനെയുള്ള ക്ലാസ് റൂമുകളാണെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പിന്നെയോ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ മുന്നറിവ് കൂടെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആസൂത്രണ സമയത്ത് കുട്ടിക്ക് എന്താ അവൻ്റെ മുന്നറിവ് എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുമാത്രമല്ല സഹകരണാത്മകവും സഹവർത്തിതവുമായ പഠനത്തിന് പിന്നെ പരിഗണന നൽകിയിട്ടുണ്ട്, അതിന് മേൽക്കോയ്മ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള പ്രോത്സാഹനം നൽകിയിരിക്കുന്നു. വൈവിധ്യമാർന്ന പഠന തന്ത്രങ്ങൾ, പഠന ഉപകരണങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ടാലൻറ്റ് ലാബുകൾ, അല്ലെ, സ്കൂളുകളിൽ ടാലൻറ്റ് ലാബുകൾ, പാഠപുസ്തകത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ പാഠപുസ്തകത്തിനകത്തുള്ള ഘടന ശിശു സൗഹാർദ്ദമായിരിക്കണമെന്നുള്ള രീതിയിൽ പഠന സാമഗ്രികളും പാഠപുസ്തകങ്ങളും കുട്ടികൾക്ക് വേണ്ടി ഉള്ളതായിരിക്കണം, അല്ലെ. കുട്ടികൾക്ക് പാഠപുസ്തകത്തിൻ്റെ ഘടനയും ഉള്ളടക്കവും എല്ലാം തന്നെ കുട്ടികൾക്ക് അത് വായിച്ച് കുട്ടി സ്വയം പര്യാപ്തനായിട്ട് അത് നിരീക്ഷിക്കുന്നതിനുള്ള ആർജവം സൃഷ്ടിക്കുന്നതിൻ്റെ വിധത്തിലുള്ളതായിരുന്നു. സ്വയം കുട്ടികൾക്ക് വിലയിരുത്തുന്നതിനും അതുപോലെ തന്നെ അധ്യാപകൻ്റെ സഹായത്തോടു കൂടി വിലയിരുത്തുന്നതിനും പര്യാപ്തമായവയായിരുന്നു. അതുപോലെ തന്നെ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് പഠന പ്രവർത്തനങ്ങളുമായിട്ട് ഒത്തിണക്കിയുള്ള സവിശേഷതയുണ്ടായിരിക്കണം. ടേം മൂല്യനിർണ്ണയത്തിനുള്ള അവസരം, അതുപോലെ തന്നെ കുട്ടികൾക്ക് അറിയാമല്ലോ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, LSS USS പോലുള്ള പരീക്ഷകൾ, അത്തരം പരീക്ഷകൾക്ക് അനുയോജ്യമായ വിധത്തിലുള്ളതായിരുന്നു പാഠപുസ്തകങ്ങൾ. ഇതെല്ലാം തന്നെ അക്കാഡമിക മേഖലയിലുണ്ടായ പരിവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ അക്കാഡമിക മേഖലയിലുണ്ടായ പുതിയ പാഠ്യപദ്ധതി നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അക്കാഡമിക മേഖലയിലുണ്ടായ വലിയ മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ട കേട്ടോ, കേട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ക്ലാസ് റൂമിനെ കുറിച്ച്. അപ്പോൾ അത് കാണാത്തവർ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ക്ലാസ് കൂടെ കാണണം കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത് ചിലപ്പോൾ ചോദിക്കുക, അല്ലേ, ഭൗതിക മേഖലയിലുണ്ടായ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ ഭൗതിക മേഖലയിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പുതിയ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണെന്നൊരു ചോദ്യം വന്നാലോ? വിദ്യാലയത്തിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പാഠ്യപദ്ധതി, ഇപ്പോൾ മാറി വന്ന പാഠ്യപദ്ധതി വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സുരക്ഷിതമായ ക്ലാസ് റൂമുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതായത് അടച്ചുറപ്പും പിന്നെ അത്യാവശ്യത്തിന് വായുവും പ്രകാശവും ലൈറ്റും ഒക്കെയുള്ള ഒരു ക്ലാസ് റൂം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ശുദ്ധജലം വിതരണം ചെയ്യുന്നു, അതാണല്ലോ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ശുദ്ധജലം വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, പിന്നെയോ ആകർഷകമായിട്ടുള്ള ഇരിപ്പിടങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ലൈബ്രറി സംവിധാനങ്ങൾ, വായന മൂലകൾ, ഇതെല്ലാം തന്നെ ഭൗതിക മേഖലയിലുള്ള, മാത്രമല്ല ശാസ്ത്ര വിഷയങ്ങളും ഗണിതം പഠിക്കുന്നതിനുള്ള അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും IT ലാബുകളും എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ജൈവ വൈവിധ്യ പാർക്കുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന്, അവർ ചെയ്യുന്ന ഓരോ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, കളിസ്ഥലം, പിന്നെയോ വളരെ സുരക്ഷിതമായിട്ടുള്ള, അത് ആദ്യം പറഞ്ഞ കാര്യമാണ് അല്ലേ. അതുമാത്രമല്ല സ്റ്റാഫ് റൂമുകൾ, അല്ലെ, അധ്യാപകർക്ക് ഇരിക്കുന്നതിനുള്ള സ്റ്റാഫ് റൂം, പ്രധാന അധ്യാപകൻ്റെ മുറി, ഓഫീസ് റൂം, സുരക്ഷിതമായിട്ടുള്ള ഓഫീസ് റൂം, ഇതെല്ലാം തന്നെ ഭൗതികമായിട്ടുള്ള മേഖലകളിൽ വരുന്നതാണ്.
അപ്പോൾ പാഠ്യപദ്ധതി നവീകരണത്തിലെ അക്കാദമിക മേഖലയെക്കുറിച്ച് പഠിച്ചു, നമ്മൾ ഭൗതിക മേഖലകളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും സാമൂഹിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പുകളാണ് കേട്ടോ. PTA, മദർ PTA, ക്ലാസ് PTA, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ വെൽഫെയർ കമ്മിറ്റികൾ, പിന്നെ സമിതികളുണ്ടല്ലോ, വിദ്യാലയ നവീകരണ സമിതികൾ, വിദ്യാലയ മാനേജ്മെൻറ്റ് കമ്മിറ്റി അല്ലേ, സംഘടനകൾ, അതുപോലെ തന്നെ പഞ്ചായത്തുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചില കമ്മിറ്റികൾ, ജില്ലാ വിദ്യാഭ്യാസ സമിതിയും അതുപോലുള്ള നിരവധി സംവിധാനങ്ങൾ അല്ലേ, ഇതെല്ലാം തന്നെ സാമൂഹിക മേഖലകളിൽ വരുന്നതാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് കറക്റ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യുക, കേട്ട് മനസ്സിലാക്കി ചിട്ടയോടുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അപ്പോൾ ഇതുവരെ ചോദിച്ച ഇൻ്റർവ്യൂകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത ചെറിയൊരു ടോപ്പിക്കുകൂടെ പോവാം. അധ്യാപകൻ്റെ ആസൂത്രണം എങ്ങനെയായിരിക്കണമെന്നുള്ളത്. അതിനു മുന്നേ എന്താണ് ആസൂത്രണം എന്ന് പറയുന്നത്? ഒരു ടീച്ചർ ആ ക്ലാസ് മുറിയിലോട്ട് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പുകൾ അല്ലേ. അധ്യാപകൻ ക്ലാസ് റൂമുകളിലോട്ട് പോകുന്നതിന് മുമ്പേയുള്ള ചില തയ്യാറെടുപ്പുകളുണ്ടല്ലോ, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ആസൂത്രണം അല്ലെങ്കിൽ അധ്യാപകൻ്റെ ആസൂത്രണം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രധാനമായും വാർഷികാസൂത്രണം വരുന്നുണ്ട്, അതുപോലെ തന്നെ ദൈനംദിന ആസൂത്രണം വരുന്നുണ്ട്, യൂണിറ്റ് ബേസ് ചെയ്തുള്ള ആസൂത്രണം വരുന്നുണ്ട്. അതിലെന്താണ് ഈ വാർഷികാസൂത്രണം എന്ന് വെച്ചാൽ ഒരു വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളായിട്ട് നടക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷികാസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈനംദിന ആസൂത്രണം എന്താണ്? ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന അവലോകനം അല്ലെ, ഒരു ക്ലാസ് എടുക്കുന്നതിന് മുൻപേ ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം ചെയ്യാറുണ്ടല്ലോ അധ്യാപകൻ, അതിനെയാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്രമായ ആസൂത്രണം അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിനകത്ത് ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് കുട്ടികളിലെ ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, പ്രവർത്തനങ്ങൾ അല്ലേ, കുട്ടി എത്രമാത്രം ശ്രവണശേഷി, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചനകൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. പഠന സാമഗ്രികൾ എന്തൊക്കെ ആയിരിക്കണം, ഇതെല്ലാം കൂടെ ചേർത്ത് ഓരോ യൂണിറ്റിനും കുട്ടി നേടേണ്ട മൊത്തത്തിലുള്ള ഇതിനെക്കുറിച്ച് അല്ലേ, അതിനെ ഒരു യൂണിറ്റിന് ഫുള്ളായിട്ട് അതിനെയാണ് എന്ത് പറയുന്നത്, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ദൈനംദിന ആസൂത്രണത്തിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് അല്ലേ. എന്താണ് അതിനകത്ത് എന്താ രേഖപ്പെടുത്തുക? ടീച്ചിങ് മാനുവലാണ് അല്ലേ. ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത് ടീച്ചിങ് മാനുവലാണ്. ടീച്ചിങ് മാനുവലിനകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു പ്രക്രിയ പേജ് വേണം അല്ലേ, വിലയിരുത്തൽ പേജ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വിലയിരുത്തലുകളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചുരുക്കി അതിനെ റിഫ്ലക്ഷൻ നോട്ടായിട്ട് വയ്ക്കാറുണ്ടല്ലേ. അതായത് പ്രതിഫലനാത്മക കുറിപ്പ് എന്നുള്ള രീതിയിൽ റിഫ്ലക്ഷൻ നോട്ടും വയ്ക്കാറുണ്ട്. അപ്പോൾ അധ്യാപകൻ്റെ ആസൂത്രണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയ 3-4 ടോപ്പിക്കുകളാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടതും ഇൻ്റർവ്യൂവിന് ചോദിച്ച എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഉള്ള അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞതും കൂടെയാണ് കേട്ടോ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട്. അതാണ് ഞാനതിനകത്ത് ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.